ഗുഡ് മോർണിംഗ് ഗൈസ്. ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ സ്റ്റാർ ട്രാൻസ്പോർട്ടിൻ്റെ പാർക്കിങ്ങിലുണ്ട് കേട്ടോ. ഇതാണിപ്പോൾ സ്റ്റാർ ട്രാൻസ്പോർട്ട്. ഇത് ആവേ മരിയ എന്ന് പറഞ്ഞ സിയോൺ എന്ന് പറഞ്ഞ ഒരു 59 രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ വണ്ടിയാണ്. നമ്മുടെ കമ്പനിയിൽ കമ്പിയിലോട്ടൊക്കെ ഇറക്കിയ വണ്ടിയാണ് കേട്ടോ. ഇതും തേങ്ങയുമായിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ വണ്ടി ഇവിടെ ഇരുന്നിട്ടുണ്ട്. രാവിലെ തന്നെ നമുക്ക് ഇന്നൊരു ലോഡ് ഉണ്ട് കേട്ടോ. വൈക്കത്തേക്കാണ് ലോഡ്. നമ്മൾ മുന്നൊരിക്കൽ പോയ ലോഡ് തന്നെയാണ് കൊപ്ര. നമ്മുടെ ബെൻസിലെ ചേട്ടായി അകത്തിരുന്നിട്ടുണ്ട്, ഉറങ്ങി എണീച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട് കേട്ടോ. വേറൊരു വണ്ടിയും കൂടി ഉണ്ട്, ബാരസ് എന്ന് പറഞ്ഞാൽ 13 രജിസ്ട്രേഷൻ വണ്ടി. ഇവിടെ വരുന്ന മിക്ക വണ്ടിയും തേങ്ങലോട് കൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. നല്ല കാറ്റാണ് ഇവിടെ. ഈ നായ്ക്ക് ഈ താഴ്വശത്തെ പല്ലൊന്നുമില്ല കേട്ടോ. കുറേ വണ്ടി ഇതെല്ലാം ബാംഗ്ലൂരിലേക്ക് പോകുന്ന വണ്ടിയായിരിക്കാം. ബാംഗ്ലൂരില്ല, തുംകൂറേക്ക് പോകുന്ന വണ്ടിയായിരിക്കാം. ഇങ്ങനത്തെ ഒരു കാഴ്ചയുടെ കാണുന്നത് കേട്ടോ. ഒട്ടും വണ്ടിയില്ല. ഇന്നലെ നമ്മൾ വരുമ്പോഴേ ആകെ ഒരു വണ്ടി അല്ല 1-2 വണ്ടി മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ വണ്ടിയൊന്നുമില്ല. 1 2 3 4 വണ്ടിയല്ല. ഒരു വണ്ടി TN രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടായി, അത് പോയതാണ് കേട്ടോ. ഇടുന്നു 1 അല്ല 2 വണ്ടി പോയതാണ്. അപ്പോൾ ഈ വണ്ടി ലോഡായിട്ട് പോകുന്നത് തന്നെ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വീട്ടിലത്തെ ആൾ നല്ല ഉറക്കത്തിലാണ് രാവിലെ തന്നെ. ഇല്ല, ഈ വണ്ടിയുടെ വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കാരണം ഗ്രൗണ്ട് ഇപ്പോൾ ഫുള്ളായിട്ട് കാലിയായിട്ടുണ്ട്. അങ്ങനെ ആ വണ്ടി അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇനി ഒരു 9 മണിയാകുമ്പോഴാണ് നമ്മളുടെ പോകാൻ പറഞ്ഞത്. അവർ വിളിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മുടെ ആവേ മരിയ എന്ന് പറഞ്ഞ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. സിയോൺ. അത് കരിയായിട്ട് മലപ്പുറത്തേക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ. കരി ലോഡ് എടുത്തിട്ട് മലപ്പുറത്തേക്ക് പോകുന്ന വണ്ടിയാണത്. അങ്ങനെ ആ വണ്ടി പോയി. ഇനി നമ്മളും 2 കേരള വണ്ടിയും ഒരു TN രജിസ്ട്രേഷൻ വണ്ടിയും മാത്രം സ്റ്റാറിൽ ബാക്കി. അപ്പം നമ്മൾ 2 വണ്ടി ലോഡ് എടുക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഇത് ബാരസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് നേരെ പെരുമ്പാവൂർ, നമ്മുടെ വണ്ടി നേരെ വൈക്കത്തേക്ക്. ഒരു ഹോട്ടലിൽ നിർത്തിയാന്ന് കേട്ടോ. നമ്മുടെ രാഹുലേട്ടൻ പോകുന്നുണ്ട് കേട്ടോ. ഈ നീല ഷർട്ടിട്ടൻ രാഹുലേട്ടൻ പോകുന്നുണ്ട്. 2 ദിവസത്തെ നമ്മുടെ വണ്ടിയിലെ ഡ്യൂട്ടിയും കഴിഞ്ഞ് രാഹുലേട്ടൻ ഇടുന്ന് നേരെ പോകുന്നുണ്ട് കേട്ടോ. അതിൽ നേരെ ടിപ്റ്റൂറിന് ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ലോഡ് എടുക്കാനായി RMC മാർക്കറ്റിലേക്ക് പോകണം. ഏകദേശം 11 മണിയാകുമ്പോഴാണ് വണ്ടി പോകാൻ പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ RMC മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇവിടുന്ന് വണ്ടി, ഇതൊക്കെ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ. കൊപ്രയായിട്ടൊക്കെ പുറത്തേക്ക് പോകുന്ന വണ്ടിയാണ്. ഫസ്റ്റ് ക്വാളിറ്റി കൊപ്രയെല്ലാം ഇവിടുന്ന് മാറിയിട്ട് പോകും. ബോംബെക്ക്, ഡൽഹിക്ക് അങ്ങോട്ടെല്ലാം പോകും കേട്ടോ. ഇതാണ് ഇപ്പോൾ RMC മാർക്കറ്റ്. ഇവിടെ കുറേ ലോഡിങ് കാർ ഇരുന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ മരമൊക്കെ ഉണ്ട് കേട്ടോ. തണലെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് മഴയെല്ലാം പെയ്തുകൊണ്ട് നല്ല തണലൊക്കെ ഉണ്ട്. കുറേ വണ്ടിയെല്ലാം വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ പാർട്ടി ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ്റെ പുറകിലൂടെ നമ്മൾ പോയിക്കൊണ്ടുണ്ട്. ഇവൻ കാസർഗോഡാണ് കേട്ടോ ഇവൻ്റെ വീട്. നമ്മൾ വീടിന്നാണ് കേട്ടോ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മറ്റേ ചങ്ങായി ആടെ നിന്നിട്ടുണ്ട്. നല്ലൊരു മരത്തണലെല്ലാം ഉണ്ട് ഇവിടെ. പൂമരം ഇടുന്നാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളുടെ ഇവിടെ ഞാൻ സൈഡാക്കാൻ പറഞ്ഞത്. പണിക്കാരൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ അപ്പുറത്തെ തന്നെയാണ് കേട്ടോ റെയിൽവേ ട്രാക്ക്. ഇപ്പോൾ ഒരു ട്രെയിൻ പാസ്സാവും അതിലൂടെ. ട്രെയിൻ പോകുന്നുണ്ട്, കാണുന്നൊന്നുമില്ല അധികത്തിൽ. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ, ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ വന്നതാണ് കേട്ടോ. ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഇവിടുന്ന് കുറച്ച് സാധനമെല്ലാം ഗോഡൗണിൻ്റെ അകത്തേക്ക് കയറ്റുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഫസ്റ്റ് ലോഡ്. ഒരു സ്ഥലത്ത് നിന്നാവാൻ സാധ്യത കുറവാണ്. ഇതുവരെയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് ലോഡ് എടുത്തിട്ടില്ല. ഒരേ ഗോഡൗണിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ്. ഈ അശോക് ലൈനിൻ്റെ ദോസ്ത് ഇവിടെ അധികമായിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ. അധികം കൊപ്ര ലോഡിന് വേണ്ടി തന്നെ യൂസ് ചെയ്യുന്നത്. ദി ബോസ്, കിങ് ഓഫ് ടിപ്റ്റൂർ. എന്തായാലും അടിപൊളിയാണ്. തണലത്താണ് നമ്മുടെ വണ്ടി വെക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലോഡ് കയറ്റാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി അടുത്ത് വേറൊരു വണ്ടി ലോഡ് കയറ്റിക്കൊണ്ട് അതിൻ്റെ ഡോർ ഓപ്പൺ ആക്കിയിട്ടാണ്, പകുതി ഡോർ ഓപ്പൺ ആക്കിയിട്ടാണ് കേട്ടോ വണ്ടി ലോഡ് കയറ്റുന്നത്.
നമ്മളിതാ ഈ കമ്പനിയിൽ നിന്നാണ് ലോഡ് കയറ്റാനുള്ളത്. നല്ല വെയിലെന്താണ്, വെയിലത്ത് തന്നെയാണ് വണ്ടി വെച്ചിട്ടുള്ളത്. ഡോർ ഓപ്പൺ ആക്കിയെല്ലാം കൊടുത്ത് ആ പണിക്കാരനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ വേണ്ടി വരുന്നത്. നല്ല ഹൈറ്റിൽ കയറ്റുന്നുണ്ട് ലോഡ്. അപ്പുറത്തെ ഗോഡൗണിൽ മാറ്റിയിട്ട് വേറൊരു ഗോഡൗണിൽ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുവരെ വണ്ടി ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടില്ല. ഇവിടെ ഒരു ഹിറ്റാച്ചി പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ RMC മാർക്കറ്റിൻ്റെ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടായാൽ ഹിറ്റാച്ചി അതിൻ്റെ വിരിച്ചിട്ടുണ്ട കല്ലെല്ലാം ഫുള്ള് മാറ്റുന്നുണ്ട്. നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാനെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ അട്ടിയാണ് കയറ്റുന്നത്. ഏകദേശം ഫസ്റ്റ് അട്ടിയിൽ 31 ചാക്ക് കയറ്റിയിട്ടുണ്ട്. ഒരാളിപ്പോൾ വണ്ടിയുടെ മുകളിൽ കയറ്റുന്നുണ്ട് കേട്ടോ. ആ ചാക്ക് നേരെ അട്ടി വെക്കാനാകും. നമ്മൾ അവിടെ നിന്ന് കയറ്റുന്ന കണ്ട വണ്ടി ഇതായിട്ട് ടാർപ്പായി ഇടുന്നുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ വണ്ടി 3ാമത്തെ സ്ഥലത്ത് നിന്നാണ് കേട്ടാൽ ഇപ്പോൾ ലോഡ് കയറ്റുന്നത്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ നേരെ അപ്പുറത്തുനിന്ന് തന്നെയാണ് അടുത്ത ലോഡും കൂടി കയറ്റാനില്ല. 4ാമത്തെ സ്ഥലമായ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. നമ്മൾ ആദ്യം വണ്ടി വെച്ചിട്ടുണ്ടായ സ്ഥലമാണ് കേട്ടോ ഇത്. നേരെ മേലെ തേനീച്ച കൂട് കാണുന്നുണ്ട് ഗായ്സ്. തേനീച്ച ആദ്യം നിർത്തിയ സ്ഥലത്തു നിന്നാണ് കേട്ടോ ഇപ്പോൾ ലോഡ് കയറ്റുന്നത്. നമ്മുടെ ആദ്യത്തെ ഗോഡൗൺ ജാനു വ്യാപാരി എന്ന് പറഞ്ഞാൽ ഈ ഗോഡൗൺ നിന്നാണ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റുന്നത്. ഇത് നമ്മൾ ഇവിടുന്ന് കയറ്റാൻ വേണ്ടിയിട്ടാണ് വണ്ടിയും കൊണ്ട് വന്നത്. പക്ഷേ രണ്ടാമത് ഇവിടെ ഫില്ലാവാത്തതുകൊണ്ട് നേരെ അപ്പുറത്തേക്ക് പോയി കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ ഗോഡൗണിൽ നമുക്ക് കയറ്റാനുണ്ട്. അപ്പുറത്തെ ഹിറ്റാച്ചി തല പൊക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ട്രെയിലർ സെഗ്മെൻറ്റിൽ വിടുന്ന ട്രാക്ടർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ട്രെയിലർ അവസാനം തട്ടി നമ്മുടെ വണ്ടിയിൽ കയറ്റുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് തന്നെ നമ്മുടെ വണ്ടി ഫുൾ ലോഡായിട്ട് തന്നെ പോവുകയാണ്. കാരണം കയറിടുന്ന ആൾ കുറച്ച് അപ്പുറത്ത് നിന്നിട്ടുണ്ട്. ഇതാ അവിടെ ഇരുന്നിട്ടില്ല, കസാരയിൽ ഇരുന്നിട്ടില്ല. ആൾ നമ്മുടെ വണ്ടിയിൽ കയറിടാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് കേട്ടോ. ഇപ്പോൾ ഫൈനലി നമ്മുടെ വണ്ടിയുടെ കയറെല്ലാം കെട്ടി കഴിഞ്ഞിട്ട് ക്ലിയറായി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു KL 35 വണ്ടിയും കൂടി അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ അതേ മലയാളിയുടെ ലോഡ് കയറ്റാൻ തന്നെയാണ് കേട്ടോ. നമുക്ക് ആ ഗോഡൗണിൽ നിന്നാണ് ലോഡ് ഫുള്ളായത്. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് കയറെല്ലാം കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കയറെല്ലാം എടുത്ത് വെക്കാം. ബാക്കിയുള്ള കുറച്ച് കയറെല്ലാം എടുത്ത് വെക്കാം. അപ്പോൾ ചേട്ടായിക്ക് കൂത്തുപറമ്പിലേക്കാണ് കേട്ടോ ലോഡ്. റൈഹാൻ കൂത്തുപറമ്പിലേക്ക് കൊപ്ര. ചേട്ടായിൻ്റെ വീട് മറ്റേ കോട്ടയത്താണ്, ഈരാറ്റുപേട്ടയിൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലോഡെല്ലായിട്ട് പോകാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനി വെയിറ്റ് എടുക്കണം. നമ്മുടെ വണ്ടിയുടെ ടാർപ്പായെല്ലാം ഇട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ വെയിറ്റ് എടുക്കുക, ബില്ല് വാങ്ങാം, നേരെ ഇടുന്ന് പോവാം. ഇതാണ് നമ്മുടെ ഇന്ന് തെനിയെ ഉള്ള പണി. കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വീരപ്പൻ റെഡി ടു ഗോ. നമ്മൾ ലോഡെല്ലാം കയറ്റി വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് RMC മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നല്ല തണലാണ്. വാഗവരെല്ലാം പൂത്ത് നിന്നിട്ടുണ്ട്. അടിപൊളി കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഈ ട്രാക്ടറിൽ കാണുന്ന മൊത്തം റാഗിയാണ് കേട്ടോ. റാഗി ലോഡ് കൊണ്ടിരുന്ന വണ്ടിയാണ്. ഫുള്ള് ഗവൺമെൻറ്റിൻ്റെ എന്നാണ് പറഞ്ഞത്. മൊത്തത്തിലത് ഓരോ വണ്ടി ലോഡായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ.
BRLൻ്റെ കണ്ടെയ്നർ വണ്ടി ലോഡൊക്കെ കയറ്റിട്ട് വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വേ ബ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്കിലൊരു വണ്ടി ഉണ്ട്, എയ്ച്ചറിൻ്റെ 6 വീലുണ്ട്. എന്താ വേറൊരു വണ്ടി റാഗിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നാടെ കണ്ട റാഗി വണ്ടി മൊത്തം തൂക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു കാഴ്ച കാണിച്ചു തരാം. ഇത് ഈ പച്ച ട്രാക്ടർ ഓടിക്കുന്ന ആളെ കണ്ട ചെറിയൊരു ചെക്കനാന്ന് കേട്ടവൻ. എല്ലാ വണ്ടിയും ഇവിടെ തൂക്കാനായിട്ട് വരുന്നുണ്ട്. ഗായ്സ് സമയം ഏകദേശം 6 മണിയോട് അടുക്കുന്നുണ്ട് കേട്ടോ. 5:50 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിപ്പ് ടൂറിൽ നിന്ന് വിട്ടിട്ട് ഏകദേശം 10-25 കിലോമീറ്റർ ആയി. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി ഒരു അരമണിക്കൂർ. എന്നിട്ട് വീണ്ടും എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് പുളി മരം പൂത്ത് നിന്നിട്ടുണ്ട് കേട്ടോ. പുളിമരം. സമയം ഇപ്പോൾ 6:20 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു കനാലിൻ്റെ സൈഡിലൂടെ, കനാലല്ല ഒരു തടാകത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടുണ്ട്. നമ്മൾ ഏകദേശം വെള്ളൂർ ക്രോസ് എത്താനായിട്ടുണ്ട് കേട്ടോ.